7 വർഷത്തെ ഒരു യൂസർ റിവ്യൂ ആണ് മാസ്റ്റർ എഡ്ജിനെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞു വരുമ്പം ഇതേപോലൊരു തൊലിഞ്ഞ വണ്ടി എൻ്റെ ലൈഫിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്നല്ല, മറ്റ് വണ്ടികൾ ഉപയോഗിക്കുമ്പം ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഇതേപോലൊരു തൊലിഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ വെറും അൾട്ര തൊലിഞ്ഞ മരംകെട്ട് സാധനം. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പം നമ്മളെ വഴിയിലിടും. മഴ പെയ്താൽ വഴി കിടക്കും. കാരണം ഇതിൻ്റെ സെൻസറാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. സെൻസർ വണ്ടി ആയതുകൊണ്ട് ഏത് പഞ്ചായത്തിൽ പോയാലും നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളെ വഴിയിൽ ഈ സാധനം ഇട്ടേക്കും. പിന്നെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ ചില കൊച്ചുങ്ങൾ ജനിക്കുന്ന സമയത്ത് രോഗിയായിട്ട് ജനിക്കുമെന്ന് പറയത്തില്ലേ, അതേപോലത്തെ ഒരവസ്ഥയായിരുന്നു ഈ സാധനം. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇറക്കിയ അന്ന് തൊട്ട് ഇല്ലാത്ത കംപ്ലയിൻറ്റ്, കാരണം രോഗമാണ്. പക്ഷേ നമുക്ക് അതിനകത്തൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് ദൈവമേ നാളെ ഇനി കൊണ്ടുപോയി റെഡിയാക്കണം എന്ന് വിചാരിച്ചങ്ങോട്ടിരുന്നിട്ട് പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ സാധനം ആ കംപ്ലയിൻറ്റ് മാറി വേറൊരു കംപ്ലയിൻ്റായി. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാവും, ദൈവമേ ഞാൻ ഇന്നലെ എന്തുമായിരുന്നു കണ്ടത് കംപ്ലയിൻറ്റ്. അപ്പോൾ അതുപോലെയാണ് ഈ സാധനത്തിൻ്റെ ഇപ്പം നിരന്തരമായിട്ട് വന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വണ്ടി റണ്ണിങ്ങിൻ്റെ ഇടയ്ക്ക് ഓഫായി പോകും. നമ്മൾ ഏതെങ്കിലും ട്രാഫിക്കിൽ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ വണ്ടി അങ്ങ് ഓഫായി പോകുന്നത്. പിന്നെ നടുവും മുതുവും കളഞ്ഞ് ചവിട്ടി ഈ സാമാനം ഓണാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് ആ പഞ്ചായത്തിലുള്ള ആളുകളുടെ എല്ലാവരും നോട്ടമുണ്ട്, ദയനമായിട്ട് ഈ വേട്ടവളെ എണ്ണ അടിക്കാതാണ് രാവിലെ ഇറങ്ങിയേക്കുന്നുള്ള നോട്ടം. സംഭവം ടാങ്ക് ഫുള്ളാണ്. പക്ഷേ നമ്മുടെ ഗതികേടെന്ന് പറഞ്ഞാൽ ഇട്ട് ചവിട്ടി നിൽക്കണം. അങ്ങനെ പിന്നെ അവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പയ്യെ അടുത്ത ബസ്സിൽ കയറി വരും. പിന്നെ പിറ്റേന്ന് ബസ്സിൽ പോയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അളിയൻ റെഡി ആയിട്ടിരിക്കും. നേരെ താക്കോലെടുക്കുക, അപ്പോഴത്തേക്ക് ഓണായി പറന്നിങ്ങി വരും. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കയ്യിലിരിക്കുന്ന ആളുകളല്ലേ എനിക്കൊന്ന് 5000-3000 കൊടുത്ത് ഈ സാധനം ഒഴിവാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളത്തില്ല. കാരണം തലവേദനയാണ്, ഈ ഒരു തലവേദന പിടിച്ചൊരു സാധനമാണ് ഈ വണ്ടി. പിന്നെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇതുവരെ നമ്മളെ എവിടെയും കൊണ്ടുപോയി ഇട്ടിട്ടില്ല മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഒരു മുറിവോ അങ്ങനെ മറ്റുള്ള ഒരു ദുരിതമൊന്നും ഈ സാധനം തന്നിട്ടില്ല. അപ്പോൾ അതൊരു ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. പറയുന്നത് പോലെ കപ്പലൊക്കെ ഡീകമ്മീഷൻ ചെയ്ത് കളയത്തില്ലേ, അതേപോലെ ഇത് ഡീകമ്മീഷൻ ചെയ്ത് കളയണം. ഇനി വല്ല കൊക്കയുടെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വണ്ടി ഓഫാക്കി വെച്ചിട്ട് നടന്നു പോവുക, അതേ ഇനി മാർഗ്ഗമുള്ളൂ. കാരണം പൈസ ഇറങ്ങി ഇനി വണ്ടി വർക്ക്ഷോപ്പുകാരൻ തന്നെ ചോദിച്ചു, മോനെ നിനക്കിത് കളയാറായില്ലയോ, ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വഴിയിലിടുന്നു. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്ങനെ വീടെത്തുമോ. കാരണം ഉള്ളിൽ ടെൻഷൻ അടിച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് ഉണ്ട്, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഇനിയിപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ CD യൂണിറ്റ് അതൊക്കെ മാറി ഇതിൻ്റെ സെൻസറൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പിന്നെ മാക്സിമം ചാർജ് എടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ചാർജ് എടുക്കുക, എന്നിട്ട് എടുത്ത് കളയില്ല. ഇലക്ട്രിക് വണ്ടി പോലെ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ് ഈ മാസ്റ്റർ എടുത്ത ആളുകളെല്ലാം യഥാർത്ഥത്തിൽ തൊലിഞ്ഞു കുത്തിയിരിക്കുകയാണ്. ഈ വണ്ടിയോടെ ഞാനൊരു പാഠം പഠിച്ചു, നമ്മൾ ഏത് വണ്ടി മാർക്കറ്റിൽ ഇറങ്ങിയാലും അതൊരു 1-2 വർഷം കഴിയാതെ ആ വണ്ടി പോയി വാങ്ങിക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കംപ്ലൈൻറ്റുകളൊക്കെ സ്റ്റാർട്ടായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറേഴ്സ് ടീംസിന് തോന്നണം ഇന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അടുത്ത പ്രാവശ്യം. അപ്പോൾ ഏത് വണ്ടി മാർക്കറ്റിൽ ഇറങ്ങിയാലും ചാടിപ്പോയി മേടിക്കാൻ നിൽക്കരുത്. അത് എന്താണ് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് അത് എങ്ങനെയാണുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കേസ് സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം മാത്രം ഏത് വണ്ടിയാലും പർച്ചേസ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഫീഡ്ബാക്ക് കിട്ടും ആ വണ്ടിയെക്കുറിച്ച്. കാരണം അല്ലാതെ ഇപ്പോൾ നമ്മൾ പുതിയ സാധനം എന്നുള്ള രീതിയിൽ ചാടിപ്പിടിച്ചടിക്കുകയാണെങ്കിൽ നമ്മുടെ പെടലിയിലിരിക്കും. നമ്മൾ ഈ വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് കോണാത്തി വെച്ച അവസ്ഥയായി പോകും. കാരണം പിന്നെ അതുകൊണ്ട് നമ്മൾ നടക്കും. മിക്ക ആളുകൾ കാറായാലും ശരി വണ്ടിയായാലും ശരി, കാരണം ഇത് എങ്ങനെയാണെന്നുള്ള സാധനം അവർക്കും അറിയത്തില്ലല്ലോ, ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമല്ലേ. ഇത് മാർക്കറ്റിൽ വന്ന് ഇതെങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത് നോക്കിയിട്ട് വേണം വണ്ടികൾ വാങ്ങിക്കാനായിട്ട്. അത് ഈ മറ്റേ യൂട്യൂബിൽ ഓരോരുത്തന്മാർ തള്ളുന്ന സാധനമൊന്നും കേട്ടൊന്നും എടുക്കാൻ. കാരണം ഇതിനെക്കുറിച്ച് ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് തള്ളിയ തള്ളവന്മാരെ എല്ലാം എടുത്ത് നോക്കിക്കഴിയുമ്പം തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ നല്ല അക്ഷരത്തിൽ വിളിക്കാൻ തോന്നും. കാരണം അമ്മാതിരി റിവ്യൂ അടിച്ച് കയറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മളും അതേപോലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ. കാരണം എല്ലാം ഫുള്ള് സെൻസറല്ലേ ഇത്. പെട്രോൾ ടാങ്ക് തുറക്കുന്നതായാലും ശരി, താക്കോൻ്റെ ഇതായാലും സെറ്റിങ്സ് ആയാലും നമ്മൾ പുതിയ ഒരു ഹോണ്ടയുടെ വണ്ടിയിൽ നിന്ന് മാറിയിട്ട് ഇങ്ങോട്ടൊരു വന്നപ്പോഴത്തേക്ക് ആ ഒരു ഇത് കണ്ടിട്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഇത് നമ്മുടെ
നമ്മുടെ എല്ലാ സമാധാനവും കളഞ്ഞൊരു സാമാനമായിപ്പോയി ഇത്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി മേടിക്കുന്ന എല്ലാവരും ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഈ വണ്ടി കമ്പോളത്തിൽ ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് ഒരു 1-2 വർഷം വെയിറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വാങ്ങിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അല്ലെ പിന്നെ അതനുസരിച്ചിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഒരു 3 വർഷം മാക്സിമം ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒഴിവാക്കുന്നൊരു മൈൻഡ് സെറ്റ് മേടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇപ്പം ബിൽ ടു ലാസ്റ്റ് അങ്ങനെ കുറേ നാൾ ഉപയോഗിക്കാം, അതിൻ്റെ ചാറെടുക്കാം എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഇപ്പോഴത്തെ ഇലക്ട്രിക് വണ്ടിയാലും ശരി, ഇത് ഇലക്ട്രിക്കിൻ്റെ എല്ലാം ഫീഡ്ബാക്ക് വരാണ്ട് 1-2 വർഷം കഴിയുമ്പോൾ അറിയാം. ആദ്യ കാലങ്ങളിൽ മേടിച്ചവന്മാരല്ല, ഇപ്പോൾ ഓല ഇറങ്ങി മേടിച്ചവന്മാരെല്ലാം പെട്ട് തൂറിയിരിക്കുക. കാരണം സർവീസ് സെൻ്റർ ചിലപ്പോൾ അവന്മാർക്ക് പണി അറിയത്തില്ല. കാരണം ഇത് കുറച്ചുകൂടി മാർക്കറ്റ് അറിഞ്ഞ് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ആ തുടക്കത്തിൽ മേടിച്ച ആളുകളെല്ലാം ഒഴിവാക്കുക, അല്ലെങ്കിൽ അവരിത് ഈ തലവേദനയും കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴായാലും ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റൊന്ന് പഠിച്ച്, ചിലപ്പോൾ ഓഫറുകളൊക്കെ ആയിരിക്കും, ആ ഓഫറിലൊന്നും വീഴാതെ കുറച്ച് അതിൻ്റെ ഫീഡ്ബാക്കുകൾ എടുത്തതിന് ശേഷം വണ്ടി പർച്ചേസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്.